ആ ഇന്നിപ്പോ ഒരു ജായലുണ്ടല്ലോ അവിടെ. ഇന്നും അവന്റെ ഏട്ടക്കൗത്ത് പിടിച്ച് ഞാൻ ഓടിച്ചിട്ടുണ്ടെന്ന് വേറെ കാര്യം. അല്ലം പോലെ കുട്ടിയെ നിക്കണം അവിടെ. എന്താ എനിക്ക് ഇവിടെ പണി എന്നാ ചോദിച്ചേ? അല്ലാന്ന് ഞാൻ ഒരു പറമ്പ് വാങ്ങിട്ട് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വന്നാൽ കൂമാടാനുള്ളതാണത്. പൊന്നാര കാക്ക, ഞാൻ കൂമാടാൻ വന്നോന്നല്ല, ഞാൻ അവങ്ങള് രസം മത്തി കൊടുത്തിങ്ങനെ. അപ്പൊ അതൊന്ന് വെച്ചുണ്ടാക്കാണ്ട് അങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെ. അത് തെറ്റാടാ. എനിക്ക് കുടുംബം കുട്ടികളൊന്നുമില്ലേ ഇവിടെ ഈ തൊടുവിലൊക്കെ വന്നുകൊണ്ട് വെച്ചുണ്ടാക്കാന്? കാക്ക പേരും കൂടിയും ഇല്ലായിട്ടല്ലേ പെണ്ണും കുട്ടികളെ ഇരുന്ന് കഴിക്കണേ. ഇച്ചി ഈ പോലെ പോയി കഴിഞ്ഞാൽ ഈ ഒഴിഞ്ഞ പറമ്പിൽ വന്നുകൊണ്ട് വെച്ചുണ്ടാക്കി തിന്നത് അതൊരു വൈബാച്ച്. അതൊക്കെ പൈപ്പാണെന്നോ? പൈപ്പാണെങ്കിൽ പറയണ്ടേ, വജ്ജി നമ്മൾ ഉണ്ടാക്കി തരില്ലേ? പൈപ്പല്ല കാക്ക, വൈബ് ആണ്. നോക്കികള് ഒരു ചട്ടി കുഞ്ഞമ്മത്തി ഇവിടെ കൊടുത്തിട്ട് ഞാനേ അത് വെച്ചുണ്ടാക്കി തിന്നല്ലൊരു വൈബ്. കുഞ്ഞമ്മത്തിയ എന്നാജ് പറയണ്ടേ? ഇച്ച് ഭയങ്കര ഇഷ്ടമാണതേ. എന്നാജ് വളർത്തിക്ക വളർത്തിക്കൂടെ? വളമ്പാനായില്ല കാക്ക. അത് നോക്കിയാൽ ചട്ടി കിടക്കില്ല സാധനം. ഞാനത് വാങ്ങിയാൽ ആലോചിച്ചേ ഇച്ച് നന്നാക്കാൻ അറിയില്ല. എത്തിനാച്ച് ബേജാറാവണോ? നന്നാക്കാൻ മലപ്പുറം കാക്ക അറിയില്ലേ? അത് നല്ലൊരു ഇതാണല്ലോ. ഞാൻ നന്നായിക്കോളാം. നന്നായി കൂടെ പഠിച്ചമ്പോ ഞാനേ നന്നാക്കണേ കുഴപ്പമില്ല. ഒന്നാറ്റി കാരണം മുടുങ്ങുവോ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, ബിരിയാണി പറ്റാത്തോ. അന്റെ തോന്നിയ ദിവസം ഒന്നുമില്ല കുട്ടിയെ? ഇല്ല. എന്തോ ദിവസം ഇവിടെ വരുന്ന കുറെ ആൾക്കാർ ഈ മലിന്റെ മേലേക്ക് കയറുന്ന തോന്നിയ ദിവസത്തിലാണേ. നിങ്ങളേ അത് നോക്കാനാണ് ഞാൻ വന്നേ. അതിനെന്തരോ നിങ്ങളെ അങ്ങനത്തെ കണ്ടുള്ളൂ. എന്തിനാ എളുപ്പമുണ്ട് നോക്കിയത്? അല്ലേ, നിങ്ങളെ അങ്ങനത്തെ കണ്ടുള്ളൂ. ഞങ്ങളെ പോലത്തെ ഇതുപോലത്തെ ഒരു ബൈബിളിലെ ആൾക്കാരെ കണ്ടില്ല. ശരി. ദുനിയാവിൽ അങ്ങനത്തെ ഉണ്ടേ. അങ്ങനത്തെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കടാ കുട്ടിയെ, എന്താ ചൊറുക്ക്? അന്റെ പെണ്ണുങ്ങളാ നോക്കാം ഇങ്ങനെ ഉസാറായിട്ട്. നിങ്ങളെ പെണ്ണുങ്ങൾ നന്നാക്കാറില്ല. അത് ശരി. സുലൈക്ക നന്നാക്കാത്തോടല്ലോ ഇപ്പൊ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ടായത്. നോട്ടിയേ നന്നാക്കിക്കണോ? തീമ ചൂടാണ്ട്. പിന്നെ നിങ്ങളെ സുലയ്യാക്ക് പിന്നെ ഉള്ളി വിളിച്ചറിയല്ലോ. ഓക്കറിയില്ല. ഓക്ക ആ ഭാഗം പോനൊന്നും അറിയില്ല. എന്നാലേ ആ ഉള്ളി വിളിച്ചോളൂ. ഈ സുള്ളിന്റെ ഇതിപ്പോ വല്ലാത്തൊരു കോളായി പോയി. ഞാൻ ഇപ്പൊ എന്റെ തൊടു വെക്കാൻ വന്നാണ്ട് വെറുതെ മാണ്ടില്ലേ ഇനി ഇപ്പൊ എന്നെ കൊണ്ട് പേർപ്പിച്ച. ഇതൊക്കെ ഇപ്പൊ ഒരു ഹോട്ടലിലാണെങ്കിൽ 1000 റുപ്യന്റെ കൂലിയായി. ഇതിപ്പോ പായാനും വെച്ചാ മനസ്സിനെ കൊണ്ട് ഒരു ചട്ടി മീൻ മുഴുവൻ നന്നാക്കിച്ചാണ്ട് അതിൻ്റെയൊക്കെ പുറത്ത് സുലൈഖാട് ഉച്ചക്ക് ചോറാണ് അത് വിളിച്ചും പറഞ്ഞു. ഇനിയിപ്പോ നിവർത്തില്ല, നല്ല മീൻ കൂട്ടാൻ കൂട്ടാലോ. കുട്ടിയെ ഇതാ ഉള്ളി മാത്രല്ല ഒക്കെ നന്നാക്കിക്കണോ. ഇങ്ങനെ ഉണ്ടായി കാട്ടിക്കാ ചെയ്യും. അല്ല മാനെ, ഇപ്പൊ ഏതായാലും ഈ മലന്റെ മേലെയൊക്കെ വന്ന് കാണും ഇത്രയും കെതിട്ടൊക്കെ ഉണ്ടാക്കല്ലേ. എന്നാ എനിക്ക് വല്ല ആഗോലി ഐക്കോലൊക്കെ വാങ്ങിക്കൂടെ? പൊന്നാര കാക്ക, ആഗോലി ഐക്കോലൊക്കെ ഉണ്ടാക്കലുണ്ട്. അത് വേറെ സിസ്റ്റാണ്. ഇത് നിങ്ങൾ ദുനിയാവിൽ എവിടെ കാണാത്തൊരു സിസ്റ്റാണ്. അറിയാമെങ്കിൽ ഇത് ഉണ്ടാക്കാതെ മാണ്ടി ഒരു മത്തി അല്ലേ? ഇത് മത്തിയിലുണ്ടാക്കണത്. തന്റെ ചട്ടി തന്നെ ഉണ്ടാക്കണത്, മത്തി ഉണ്ടാക്കണത് മത്തിയിൽ ഉണ്ടാക്കാൻ. അങ്ങനെ പറഞ്ഞേ. അതായത് ദുനിയാവ് കേട്ടിട്ടുണ്ടാവില്ല. പച്ചക്കുരുമുളക് ചുട്ടെടുത്തിട്ട് മത്തിയിൽ ഉണ്ടാക്കണം. പച്ചക്കുരുമുളക് ചുട്ട് കാണോ? ചുട്ട് കാണും. നമ്മള് ചോന്തളൊക്കെ ചുട്ടടിച്ച് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കലുണ്ട്. അത് ചമ്മന്തി അല്ല, മത്തിക്കാരാണ്. അത് ശരി. അത് അപ്പൊ നല്ല മാറ്റം ഉണ്ടാവും. പോലീസ് ആവുതേ തിന്നോക്കൂടി. അപ്പൊ അറിയാം. നോക്കാം. നിങ്ങളെ കദീസ് നബീസ് എന്ന് പറഞ്ഞേ സുലയ്യാന്റെ കാലക്കാട് നിൽക്കുള്ളൂ. കാക്ക കണ്ടോട്ടോ. അതാ ആദ്യം ചൂടായതിക്ക് നമ്മളെ ചെറുള്ളി ഇടാം. കുറച്ചധികം വേണട്ടോ. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ തൊലിച്ചാളൊക്കെ ഓല എന്ത് ചെയ്യാറിയോ? ഓല് ചെറുള്ളി തൊലിച്ചാൻ മടിച്ചിട്ട് വലിയുള്ളി കൂടെ നുറുക്കിയാണ്ട് പവറില്ല, അതിന് ടേസ്റ്റ് ഇല്ല. അതിനൊന്നും അത് മധുരിച്ചിലൂട്ടിയെ. പിന്നെ ഓല് എളുപ്പം നോക്കല്ലേ ഈ സാധനം. പടച്ച കയ്യിലുണ്ടില്ലല്ലോ. കയ്യിൽ കത്തിരിച്ചാ പോരാ നമുക്ക്. ശരി, നിങ്ങള് കത്തിങ്ങി കത്തി. പൊന്നാര കാക്ക, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചാണ്. അതൊന്ന് കണ്ടുപിടിച്ചാണ്ട് ഇതുപോലെ ബൈബിൾ ഉണ്ടാക്കാൻ തിന്നാം. കണ്ടുപിടിച്ചല്ലേ ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചപ്പോ തന്നെ മനസ്സിൽ കുഴങ്ങി കുത്തിറക്കാം. എന്ത് മീൻകറിയോ? മീൻകറിയല്ലടാ, കൂലിയേക്ക് എന്റെ ഓളെ ഒരു 10 ഓളെ പറ്റൂല. അപ്പൊ കാക്കാ ഇവിടെ ഉണ്ട്. അയാൾക്കുണ്ടേ. ഇപ്പൊ നമ്മക്കേ ഉലുവട്ടു. ആദ്യം എണ്ണ പറഞ്ഞു, ഉലുവട്ടു, വെളുത്തുള്ളി ഇട്ടു, ചെറുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. എനിക്ക്
പുളിവെള്ളം പാരണം. പുളിവെള്ളം അതിന് തൊട്ട് മുന്നേ ആണ് നമ്മളെ മെയിൻ സാധനം വരാൻ പോകുന്നത്. എന്ത്? പച്ചക്കുരുമുളക് ചുട്ടെടുക്കണം. അപ്പൊ ചുടണ്ടപ്പോ ചൂടണം. അപ്പൊ ഈ ചട്ടി ഒന്ന് മാറ്റി ഇങ്ങനെ തലകെട്ട് അയച്ചാണ്ട് ഇതൊന്നും പിടിച്ചാണ്ട് മാറ്റി പോരും. അത് ശരിക്കും ഇളക്കി വിട്ടോ. ഇത് ഇളക്കണ്ടേ? ഞാൻ ചൂട്ടെ. ചുട്ടുകൊണ്ട് ഇതിന് നമ്മൾ എടുത്തിക്കണത് ഒരു 10 കൊല കുരുമുളകാണ്. കുല എന്ന് പറഞ്ഞാളാ എന്തായാലും കൊല എന്നൊക്കെ പറയുമ്പോളേ മലപ്പുറത്തേക്ക് അങ്ങനെ തന്നെ പറയാം. അത് പേടിയാണത്. നിങ്ങൾ വർത്താൻ കേട്ടാൽ പോലെ ഹൈദരാബാദ് ഒന്നും ആയില്ലല്ലോ. പണ്ട് കാട്ടിലെ കുട്ടിയെ ചിലത്തൊക്കെ നമുക്കൊരു ചാടിയല്ലോ. കാക്കാ ഈ അടുപ്പ് ഇങ്ങനെ ഇട്ടിട്ടേ 4 ഇളക്കല. അത് കുട്ടിയെ അത് 4 ഇളക്കില്ല. 5 കുഴപ്പമുണ്ടോ? 4 വേണോ? പൊന്നാര തന്റെ ഞാൻ ഒരു 5 പറഞ്ഞാണ്. എണ്ണ ഇളക്കൊന്നും മാടേ ഇല്ലാണ്ട് വേവാവോളം 4 ഒരു ഇളക്ക തന്നെ. അങ്ങനെ കൈതുള്ളു മാറി മേപ്പെട്ട് കീഴാൻ പോയി കീപ്പട്ട് മാറി. ഭർത്താനം പറയുമ്പോ കരുതി പറയണേ. ആകാ നമ്മൾ ചുട്ടെടുക്കുന്നത് ഇത് ഇവിടുന്ന് വലിയ ചൂടായിട്ടില്ല. സാമഗ്രികൾ നമ്മൾ ഇല്ലാത്തോണ്ടേ ട്രെയിനാവുമ്പോ നല്ല വൃത്തിക്ക് മട്ടമ്പലൊക്കെ ചെയ്യാം. അതിനുള്ള സാമാനങ്ങൾ നമ്മൾ എടുത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് കേൾക്കാൻ പാടില്ല. കേട്ടോ കേൾക്കാൻ പാടില്ല. കേൾക്കാൻ പാടില്ല. ഇത് ഇനി ഇങ്ങനെ എടുത്തുകാണ്ട് വീട്ടിലാണെങ്കിൽ മിക്സിയിൽ നമുക്ക് അരക്കാം. എന്നിട്ട് ഞാൻ മീൻ കേക്കി അത് പ്രശ്നം ഈ കാര്യം പറഞ്ഞേ. കുരുളക്ക് മാത്രം നിങ്ങൾ ഉണ്ടാക്കായിക്കോ. ഇതുണ്ടായിക്കോ. അങ്ങനെ തൊള്ള കൂട്ടി ഞാൻ അത് ആട് പറട്ടെ. അപ്പൊ ഇത് കഴിയാൻ അതിന്റെ ടേസ്റ്റ് പോകും. ഈ വെണ്ണൂറ് ചോയക്ക് പറഞ്ഞ് കിട്ടും. ടേസ്റ്റ് കുറച്ച് കമ്മി ആകാണെങ്കിൽ കറിക്ക് കുറച്ച് 800 ഇട്ടാൽ മതിയാകുമോ? അപ്പൊ കാക്കാ നമ്മള് കുരുമുളക് ചുട്ടിക്കാണ്ട് കുത്തി ഇതൊക്കെ വീട്ടിൽ നിന്ന് മിക്സി അടിക്കണം. ഇവിടെ സംഭവം നമ്മൾ കുത്തി ചതച്ചാണ് ഇതിലേക്ക് ഇടാൻ പോട്ടോ. ഇടാൻ പോവുകയാണ്. ആയിക്കോട്ടെ ഇടാൻ. ഇത് ഇട്ടിട്ട് ഇതുപോലെ നല്ല ഇളക്കണം. നല്ല ഇളക്കണം അല്ലേ? ഇത് ഇളക്കി കഴിഞ്ഞ് വല്ലാതെ അടഞ്ഞോട്ട് വെക്കണം. തുണിമക്ക് ആന്തലേക്കാനോ കാര്യപ്പെട്ട കത്തിയാണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇത് ഇളക്കി ഏകദേശം എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇനി ഇതായി പുളിവെള്ളം വരാണ്ട്. പുളിവെള്ളം വരാണ്ട് അല്ലേ? പുളിവെള്ളം വരാൻ നിൽക്കണപ്പത് ആയിട്ട് തന്ത് അതൊന്ന് ചൂടാണ്ടത് ചൂടാക്കണേ. അതൊന്നും ഇളക്കി കൊടുത്തോട്ടെ. പറയാം കയ്യിലില്ലേ? കൈ വേണ്ടേ? കത്തി ഉണ്ടല്ലോ. കൈങ്ങൾക്ക് നല്ല തായമ്പ കജ്ജി വെച്ച് പറ്റില്ല. ഇത് എത്രങ്ങാനും പണിയെടുത്ത കജ്ജ. അപ്പൊ നമ്മളേ സാധനം ഇപ്പൊ ഏകദേശം ചൂടായി തുടങ്ങി. ഏകദേശം അല്ലേ മോനെ? കജ്ജ ചോദിക്കാം. അപ്പൊ നമുക്ക് പുളിവെള്ളം പുളിവെള്ളം പോലെയാണല്ലേ? ഞാൻ കൈക്കാട്ടി കജ്ജ കണക്കെ കജ്ജൊന്നും നല്ലത്. അപ്പൊ എപ്പോഴേലും പെണ്ണുങ്ങൾ വെച്ചിട്ടാക്കുമ്പോ എടുത്തോണ്ട് ഇരുന്നോക്കണേ. വെച്ചുണ്ടാക്കാനല്ലേ? ചട്ടി ഓട്ടാവോ അതിനോട് കൊണ്ടിക്കാണ്ടേ? പറ്റുകൊണ്ട് നമ്മൾ മീൻ ഇടാൻ പോവാണ്. നമുക്ക് വേണമെന്നൊക്കെ പഠിച്ചാ എന്ന് നമ്മൾ ഉണ്ടാവുന്നല്ലോ. ബിസ്മില്ലാണ്ടാണ് ഓരോ മീനും ഓരോ വാർത്ത കണ്ടുട്ടി അങ്ങനെ വേണ്ടി തളച്ചിടുമ്പോ സാധനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോന്നും ഓരോ ഭാഗത്താടല്ലേ? ചെറിയ കുഞ്ഞമത്തിയാണ്ടേ ആണല്ലേ? അപ്പൊ തീരും തോന്നില്ല. ഞങ്ങൾ കാര്യം ചെയ്യും. ഒന്നേ തട്ടിക്കളി. ഒന്നര തട്ടിമറിച്ച് എന്നാ ഇത്രയും പണി കണ്ടില്ലയോ? ഇത് ആയിട്ട് തിന്നാനല്ലേ മനസ്സിലാക്കണത്? തട്ടിമറിച്ചണം പോലെ അതല്ല. നിങ്ങൾ ആയത്ത് നെട്ടിലപ്പോ അവസാനം തരുമ്പോൾ ആയത്ത് വേഗം നിങ്ങൾ എനിക്കതിനെ കൊഞ്ചോളടാ. ഇത് ഇതീ കറന്നുകാണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കറന്ന് ഇങ്ങനെ കളകളാറിങ്ങനെ വേഗണം. കളകളാന്ന് പറഞ്ഞല്ലേ? നമ്മളല്ലാണ്ട് ഞാൻ പറയണ്ട. അതിങ്ങനെ പറയണല്ലേ? ഞാൻ ഇവിടെ നിന്നാണ്ട് കളകള അങ്ങനെ പറയണെന്ന്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തൊള്ള പൂട്ടിക്കോളിന്നുള്ളേ. തൊള്ള പൂട്ടിയാ കളകള കജൂല കൂട്ടി നമ്മളല്ല വേണ്ടത്. അടുപ്പാ വേണ്ടത്. അങ്ങനെയാണല്ലേ? ചട്ടി നോളിന്റെ അപ്പൊ ഗ്യാസ് അടുപ്പാണെങ്കിലും കളകള എന്ന് പറയാം. പൂട്ടിക്കളി അല്ലെ അതിക്ക് തീർച്ചു പോയി. തുണിയേ നമ്മളെ സാധനമൊക്കെ ഓക്കെ ആയിക്കണം. കറിവേപ്പില ഇട്ടില്ല മുകളിൽ സാറിയിക്കണം. അപ്പൊ ഇനി കുറച്ച് നല്ല മണം കിട്ടി. അല്ല മണത്തിനാവുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മേലെ ഇങ്ങനെ ഒഴിക്കാണ്ട്. അത് വെള്ള വെളിച്ചെണ്ണയാണല്ലോ. പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എന്താ കൂടി ഞാൻ പറയാം. എല്ലാത്തിനും പെരങ്ങടിച്ചാണത്. അപ്പൊ ഞാൻ ഒന്ന് ഇട്ടിട്ടേ ഒന്ന് കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. ആ മീനൊക്കെ കൂടെ ഓടി കത്തിട്ട് ഇളക്കാൻ മതി. കത്തിട്ട് അളച്ച മീൻ മുറി തണ്ടേ ഇളക്കാനേ പാടില്ല. എങ്ങനെ അഞ്ച് കാട്ടണ മാതിരി കാട്ടണം. ചുറ്റിച്ചിട്ടുണ്ട്. വല്ലാതെ ഞങ്ങളെ ചുറ്റിച്ചിട്ടുണ്ട്. കുറച്ചേരം ആയിപ്പത് ഇപ്പൊ ഉണ്ടല്ലോ. എന്താ മണം! ഉസാറായിക്കണേ. ഒരു പുതിയ മണം.
സാധനം അയക്കണേ കുറച്ച് പൊറാട്ടയും കൊടുക്കാണ്ടേ ഇത് തിന്നൊക്കെ ഒരാളും കൊണ്ടുവരണം മൂന്നാമതൊരാളെ മൂന്നാമത് നാലാമതൊക്കെ ആളുണ്ട്. കുട്ടികളെ കിട്ടുമോ നമുക്ക്? കുട്ടികളെ കിട്ടും. ആ എന്നാ കൊണ്ടുവരി രസം പൊറാട്ടയും വാങ്ങിക്കൊണ്ടി. പൊറാട്ടി മാങ്ങ അങ്ങോട്ട് പോന്നുകൂടിയുണ്ട്. തിന്നാൻ പറ്റിയ പ്രായല്ലേ. അല്ല കുട്ടിയെ, ഇതിപ്പോ എനിക്ക് നഷ്ടമാണല്ലോ. എന്താ കാക്കപ്പോ നഷ്ടം വന്ന്? എത്ര നഷ്ടം വന്നെന്നോ? എനിക്കും ഈ കണ്ട 2-3 ബോലേക്കാർക്കൊക്കെ പൊറാട്ട. ഇതിലാറെ നല്ലതേ എനിക്ക് സുലൈയാനടുത്ത് പോയിക്കാണ്ട് കുറച്ച് കഞ്ഞുടിച്ചേ. പൊന്നാര കാക്ക അങ്ങ് സുരേഖാനത്ത് പോയി കഴിഞ്ഞാല് പച്ചക്കുരുമുളക് ചുട്ടരച്ചുകാണ്ട് കിട്ടുന്ന മീൻകറി കിട്ടുമോ? അത് കിട്ടൂല. ദുനിയാവിൽ എവിടെ പോയാൽ കിട്ടുമോ? അത് കിട്ടൂല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 10 പൊറോട്ട അല്ലെങ്കിൽ 50 പൊറോട്ട വാങ്ങിയാലും നമുക്ക് ലാഭം തന്നെ കാരണം. ലാഭം ആ 2 ദിവസം കഴിച്ചുകാണ്ട് പറയാം അഭിപ്രായം. കൊണ്ടോ എന്താ അത് കരണ്ടോ എമ്മാരായിട്ടെന്നറിയോ? ബാവേ, അതിന്റെ മണം കൊണ്ടേ ഇനി കുറെ നിക്കൂല. വേഗം വളമ്പിക്കൂട്ടെ, എല്ലാവർക്കും ഉള്ള വളമ്പിക്കൂട്ടെ. അത് വളമ്പാൻ കാക്ക നിങ്ങള് പ്ലേറ്റ് കൊടുക്കണോ? പ്ലേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. അതിന്റെ കാക്ക നിങ്ങൾക്ക് 4 പ്ലേറ്റ് വാങ്ങിക്കൂടെ അവിടെ പേപ്പർ പ്ലേറ്റ്? ബാവേ, ഇത് ഇന്റെ തൊടുവല്ലേ, എത്രങ്ങാനും ബായ ഉണ്ട് ഇവിടെ. 2 ഇല വെട്ടിയാ പോരെ. അതൊരു കാര്യമാണല്ലോ. ഒന്നൊരു കാര്യം 4 ഇല വെട്ടി പിടിക്കട്ടെ. ഇജ്ജ് പെട്ടതൊക്കെ അത് ശരി. ഇന്റെ പണി ഇച്ചന്നെ, ചെലവ് ഉച്ചന്നെ. അത് ശരി. പൊന്നാര കാക്ക കയ്യിലില്ലാത്തോണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ മതില്ലേ. സാറാട്ടോ. എടാ വാങ്ങിയടാ, കൊണ്ടുപോയി തന്നൂടി. എന്താ ഇനി വേണമെങ്കിൽ ചോദിച്ചാ അടുത്താക്കല്ലേ. ഇതാടാ കുട്ടിയെ, നീ കണ്ടു ആദ്യം. കയ്യില് മടിയില്ല ബാവേ. കയ്യിൽ ടേസ്റ്റ് കൂടും. എല്ലാരും പറഞ്ഞു കേട്ടോ, രസം പറയാട്ടോ. ഒരാ കിട്ടുന്ന പൈനി അങ്ങനെയൊക്കെ മതി. എടാ പൊറാട്ട വെക്കടാ. ഏടാ ഇത് കൊണ്ടേക്കോട്ടാ. ഒളിച്ചോണ്ട് കറി പോകണ്ട. കറി പോയതിട്ടാ ഒരു ഏലന്റെ അടിക്ക. മണാണ് ബാവേ. കൊടുത്തു വേണ്ട കഴിച്ചോളൂ. ഒന്ന് കഴിച്ചോടി പറയും നിങ്ങളുണ്ട്. ബാവേ, ഞാൻ വിചാരിച്ചൊരു ടേസ്റ്റ് ഇതിന് വന്നിട്ടില്ല. പോരാ ഇത് വേറെ ടേസ്റ്റാ. ഒരു സൂപ്പർ ജോയ് ടേസ്റ്റ്. കുട്ടികളെ, നിങ്ങൾ ആരെങ്കിലും പച്ചക്കുരുമുളക് ചുട്ടുകാണ്ട് ഇമ്മാരത്തിന് മീൻകറി ഉണ്ടാക്കി കഴിച്ചിക്കണോ? ഇല്ലെങ്കിൽ ബാവന്റെ ഈ ഒരു എത്ര ഇതിന് പറയാ രസാപ്പോ ചുട്ടരച്ച് അതിനത്തെ പറച്ചിലുണ്ടല്ലോ റെസിപ്പി. ബാവന്റെ ഈ റെസിപ്പികളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കോണ്ടി. ഇതൊരു അടാറ് സാധനമാണ്. നമ്മൾ കൊണ്ടുവന്ന കുട്ടികളോട് ചോദിച്ചു നോക്കാം. ഇത് ഈ ചെറിയ മത്തിങ്ങനെ ചെയ്യാൻ കേട്ടോ. അതാകുമ്പോൾ തരോ മുള്ളൊന്നും ഒഴിവാക്കേണ്ടതാ. മത്തിങ്ങ എടുക്കുക. ബാവേ, ഞാൻ കുട്ടികളെ വെച്ചോ. നമുക്ക് നമ്മൾ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഒരേക്കാരെ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞാണി, ഒന്ന് പറഞ്ഞോട്ടാണ്. കിട്ടില്ല സാധനം. പിന്നെ ഇത് വീഡിയോ എടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞ നിങ്ങൾ തിന്നിട്ട് എത്ര തോന്നി സത്യം പറഞ്ഞോളി. ഇല്ലെങ്കിൽ രസം ഇല്ലെങ്കിൽ ഇല്ലാണ്ട് പറഞ്ഞോളി. രസമുണ്ട് ഉണ്ടോ? ഇങ്ങനത്തെ സാധനങ്ങൾ തിന്നിക്കണോ? ഇല്ല. അപ്പൊ മുത്തുമണിയാളെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേമാതിരി പല പരിപാടികളായിട്ട് മലപ്പുറം കാക്കി മലപ്പുറം ഭാവി ഉണ്ടാവും. എന്നാ ഇടയിൽ കഴിഞ്ഞൊരു നമ്മൾ കാണിച്ചെന്ന നമ്മളെ ചെറുക്കന്മാരുണ്ടാവും, സിറുമോനും ചെറിയമാനൊക്കെ ഉണ്ടാവും. ഞങ്ങളൊരു കുടുംബമായിട്ട് മലപ്പുറം കാക്കാനും മലപ്പുറം ഭാവന്റെ നേതൃത്വത്തില് ഇതേമാതിരി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പല കോലത്തിലും ഭാവത്തിലും പല രീതിയിലും വന്നുകൊണ്ടിരിക്കും. ഇങ്ങളെല്ലാരും ഒരു കാലത്ത് അങ്ങനെ തന്നെ ഉണ്ടേനെയാണോ? അത് രണ്ടാമത് തിരിച്ചു വരികയാണ്. ഇങ്ങളെല്ലാരും സപ്പോർട്ട് മണന്തിയാവേ. പഴയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇന്നും വേണം. അയിലാറുണ്ടായിക്കോട്ടെ, ഒരു പൊടിക്ക് മുന്നിൽ നിന്നോട്ടെ. അപ്പൊ ഞങ്ങള് വരാം. അസ്സലാമു അലൈക്കും.